ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇഷ്ടപരമ്പരയുടെ ഇന്നത്തെ പുതുപുത്തൻ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവർക്കും ഇന്ന് നല്ലൊരു ദിവസമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷങ്ങളിലേക്ക് കടക്കാട്ടോ. അങ്ങനെ മീനാക്ഷിയും ആകാശും നമ്മുടെ അനുവിൻ്റെ കല്യാണത്തിന് കൊടുക്കാനുള്ള സ്വർണത്തെപ്പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. 5 പവൻ്റെ സ്വർണ്ണോ? അതിന് എത്ര രൂപയാകുമെന്ന് ആകാശിന് അറിയാവോ എന്ന് മീനാക്ഷി ചോദിക്കുക. അതൊക്കെ എനിക്കറിയാം, അതൊക്കെ ഞാൻ എങ്ങനെയെങ്കിലും മേടിച്ചു കൊടുത്തോളാം. എങ്ങനെ മേടിച്ചു കൊടുക്കുന്ന? ഇന്നത്തെ സ്വർണ്ണവിലയ്ക്ക് 5 പവൻ്റെ സ്വർണത്തിന് ഒത്തിരി കാശാവും ആകാശേ. നിന്റെ കയ്യിൽ അത്രയും പൈസയൊന്നും ഇല്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതൊന്നും നീ അറിയണ്ട. ഞാൻ എങ്ങനെയെങ്കിലും എൻ്റെ അനിയത്തിക്ക് 5 പവൻ്റെ സ്വർണം മേടിച്ചു കൊടുക്കും എന്ന് അന്നേരം ആകാശ് പറയാണ് കേട്ടോ. ദേ, ഇങ്ങനെ പറഞ്ഞിട്ടും പല കാര്യങ്ങളും ആകാശിന് പിന്നീട് എന്നോട് തുറന്നു പറയേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. മീനാക്ഷി സ്റ്റോഴ്സ് തുടങ്ങാൻ അഡ്വാൻസ് കൊടുക്കാനായിട്ട് കാശ് എവിടെ നിന്നാണെന്ന് ഞാൻ ചോദിച്ചപ്പോഴും ആകാശ് എന്നോട് പറഞ്ഞു, അതൊക്കെ ഞാൻ കൊടുത്തോളാം, നീ അതിനെപ്പറ്റി അറിയണ്ടെന്ന്. അവസാനം അത് ബ്ലേഡുകാരൻ്റെ കയ്യിൽ നിന്ന് പലിശയ്ക്ക് പൈസ മേടിച്ചതാണെന്ന് ആകാശിന് എന്നോട് പറയേണ്ടി വന്നു. അതുകൊണ്ട് മര്യാദയ്ക്ക് പറഞ്ഞു. ഇതും എന്താ മനസ്സിൽ കണ്ടിരിക്കുന്നത്? ഭാര്യയും ഭർത്താവും ആകുമ്പം പരസ്പരം എല്ലാം പങ്കുവെച്ച് വേണം മുന്നോട്ട് പോകാനായിട്ട്. അതുകൊണ്ട് നിന്റെ മനസ്സിലുള്ള കാര്യം അറിയാനുള്ള അവകാശമേ എനിക്ക് എന്തായാലും ഉണ്ട് എന്ന് പറയാം. അത് പിന്നെ എൻ്റെ പരിചയത്തിലൊരു ജ്വല്ലറി ഉണ്ട്, അവിടുന്ന് നമുക്കിപ്പോൾ തൽക്കാലം 5 പവൻ്റെ സ്വർണം മേടിക്കാം. കയ്യിലുള്ളതുപോലെ 3-4 മാസം കൊണ്ട് കുറച്ച് കൊടുത്ത് ഞാൻ ആ കാശ് വീട്ടിക്കൊള്ളാം. എൻ്റെ മീനാക്ഷി സ്റ്റോഴ്സ് തുടങ്ങിയ പിന്നെ എൻ്റെ കയ്യിൽ കാശ് വരുമല്ലോ എന്ന് പറയാം. ഓ, അങ്ങനെ ഇപ്പം മീനാക്ഷി സ്റ്റോഴ്സ് തുടങ്ങിയതിന് ശേഷം കടം വീട്ടാനായിട്ട് ആകാശ് നിൽക്കണ്ട, ആകാശിനെ ഞാൻ സഹായിക്കാം എന്ന് പറയാം. PF നിന്നും ലോൺ എടുത്ത് ഞാൻ ആകാശിന് തരാം. ആ കാശിന് നമുക്ക് അനുസരിക്ക് സ്വർണം മേടിച്ചു കൊടുക്കാം. അനുസരിക്ക് സ്വർണം കൊടുത്താൽ പോരെ എന്ന് ചോദിക്കുക. അതിപ്പോൾ തൽക്കാലം വേണ്ട എന്ന് അപ്പോൾ ആകാശ് പറയാം. അതെന്താ, ഞാൻ ആകാശിനെ സഹായിക്കുന്നത് ആകാശിന് കുറച്ചിലാണോ എന്ന് അപ്പോൾ മീനു വീണ്ടും ചോദിക്കുകയാണ് കേട്ടോ. അതുകൊണ്ടൊന്നുമല്ല, നീ എന്നെ സഹായിച്ചു കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ഇക്കാര്യം നിനക്ക് എന്നോട് പറയാൻ വേണ്ടിയിട്ടല്ലേ. നീ കണക്ക് പറയും, എനിക്കറിയാം എന്ന് അപ്പോൾ ആകാശ് പറയണം കേട്ടോ. ആകാശ് ചുമ്മാ അനാവശ്യം പറയരുത് കേട്ടോ. ഞാൻ എപ്പോഴെങ്കിലും ആകാശിന് എന്തെങ്കിലും ചെയ്തു തന്നതിൻ്റെ പേരിൽ, സഹായിച്ചതിൻ്റെ പേരിലോ കണക്ക് പറഞ്ഞിട്ടുണ്ടോ? ആകാശ് ചുമ്മാ എഴുതാപ്പുറം വായിക്കരുത്. എൻ്റെ കയ്യിലെ കാശ് കൊണ്ട് മേടിക്കാൻ മടിയുള്ളതുകൊണ്ടല്ലേ എന്ന് ചോദിക്കാം. എനിക്ക് അങ്ങനെയൊന്നുമില്ല, എന്നാലേ ഞാൻ BF ലോൺ എടുത്ത് തരാം. പിന്നെന്താ, ഞാൻ കറക്റ്റായിട്ടും ആ പൈസ തിരിച്ചു തരും കേട്ടോ മീനു എന്ന് പറയാം. തിരിച്ചു തരണം, PF ലോണ് എനിക്ക് തിരിച്ചടയ്ക്കാനുള്ളതാ എന്ന് അപ്പം മീനാക്ഷി പറയാം. നീ ഒരു ദുഷ്ട തന്നെ. അതെന്താ അങ്ങനെ പറഞ്ഞേ? ഞാൻ കരുതിയത് ഞാൻ തിരിച്ച് കാശ് തരുമെന്ന് പറയുമ്പം നീ പറയും അതൊന്നും സാരമില്ല, നമ്മളൊന്നല്ലേ ആകാശേ, നീ എനിക്കത് തിരിച്ചു തരണ്ടെന്ന് പറയുന്ന. അങ്ങനെ ഞാൻ പറയത്തേയില്ല ആകാശേ. പൈസയെ തിരിച്ചടച്ചില്ലെങ്കിലേ PF അതവിടെ കിടക്കും ലോണായിട്ട്. അതുകൊണ്ട് എൻ്റെ പൊന്നുമോൻ അത് തിരിച്ചടയ്ക്കുക തന്നെ വേണം. പക്ഷേ മീനാക്ഷി സ്റ്റോഴ്സ് തുടങ്ങാൻ ഈ പേരും പറഞ്ഞുകൊണ്ട് ലൈസൻസ് ഒപ്പിട്ട് തരാൻ പറഞ്ഞ് എൻ്റെ പിന്നാലെ വരികയും ചെയ്യരുത് എന്ന് മീനാക്ഷി പറയൂട്ടോ. അങ്ങനത്തെ മോഹങ്ങളൊന്നും എനിക്കില്ല. അങ്ങനത്തെ മോഹങ്ങളൊന്നും ആകാശിനില്ലല്ലോ, അതെന്തുകൊണ്ട് നന്നായി എന്ന് മീനു അപ്പോൾ പറയാൻ കേട്ടോ. അനുമോളുടെ കല്യാണം കഴിഞ്ഞ് ഒറിജിനൽ ഡോക്യുമെൻസും കൊണ്ട് ഞാൻ നിൻ്റെ അടുത്തേക്ക് ഒരു വരവുണ്ട് എന്ന് പറയാം. ഓ ആയിക്കോട്ടെ, ഓഫീസിലേക്ക് വന്നാട്ടെ എന്നപ്പം മീനു പറയണേ. മീനു, എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. എന്താ? ഞാനൊരു കാര്യം പറയട്ടെ. എന്ത് കാര്യമാ? എന്തോ കുനിഷ്ടാണെന്ന് മനസ്സിലായി. അതെ, ആദ്യം നമ്മുടെ കല്യാണമല്ലേ കഴിഞ്ഞത്? അതിന് അല്ല. എന്താ പറഞ്ഞു വരുന്നേ? ഏടത്തിയുടെ കുഞ്ഞിനെ ലാളിക്കണമെന്ന് ഇവിടെ എല്ലാവരും ആഗ്രഹിച്ചതാ. അത് ഇങ്ങനൊക്കെ ആയി തീർന്നു. അപ്പം ആകാശിൻ്റെ റൂട്ട് എങ്ങോട്ടാണെന്ന് നമ്മുടെ മീനുവിന് മനസ്സിലാകുക. അച്ഛൻ്റെയും അമ്മയുടെയും വിഷമം നീ കാണുന്നല്ലേ മീനു? നമ്മളൊന്ന് മനസ്സ് വെച്ചാൽ അവരെ സന്തോഷിപ്പിക്കാൻ കഴിയില്ലേ എന്ന് ചോദിക്കോ. ഓ, കുടുംബത്തിന് വേണ്ടി എന്തോ വലിയ ത്യാഗം ചെയ്യുന്നത് പോലാണല്ലോ ആകാശ് പറയുന്നത്. ഓ, എൻ്റെ ടോൺ കേട്ടപ്പോൾ നിനക്കങ്ങനെ തോന്നിയതാ? തൽക്കാലമേ എൻ്റെ മോൻ സ്വന്തം കാലിലൊന്ന് നിൽക്കാൻ നോക്ക്, അതിനുശേഷം നമുക്ക് കുഞ്ഞിക്കാലിനെ പറ്റി ആലോചിക്കാം കേട്ടോ. സ്വന്തം കാലിൽ നിൽക്കാതെ കുഞ്ഞിക്കാലുമായിട്ട് വന്നേക്കുക എന്ന് അപ്പം മീനു പറയണം കേട്ടോ. നീ സോപ്പ് മാറ്റിയ മീനു? നല്ല മണം. ഞാനേ ഇടയ്ക്കിടയ്ക്ക് സോപ്പും ഷാമ്പുവും ഒക്കെ മാറ്റും. പൊന്നുമോൻ അവിടെ കിടന്ന് ഉറങ്ങാൻ നോക്ക് എന്ന് അപ്പം മീനു പറയൂട്ടോ. കൊഞ്ചിക്കൊണ്ട് വന്നേക്കും ആകാശ്. സ്വന്തം കുഞ്ഞുങ്ങളെ ലാളിക്കാൻ ആഗ്രഹിച്ചിട്ട് അതിന് കഴിയാത്ത ഒരു അച്ഛൻ്റെ രോദനം നിനക്ക് മനസ്സിലാകുന്നില്ലേ മീനു എന്ന് ആകാശ് വീണ്ടും പറയാം. അപ്പം മീനുവിൻ്റെ കയ്യിലിരുന്ന് തുണിയെടുത്ത് ആകാശിൻ്റെ മേത്തേക്കോ ഒറ്റയേറാം. ഓ, ഈ സാധനത്തെ കൊണ്ട് ഞാൻ തോറ്റു. ദേ,
മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി കിടന്ന് ഉറങ്ങിക്കോണം. ഒരച്ഛൻ്റെ രോദനം, അച്ഛനെ കണ്ടാലും മതി എന്ന് നമ്മുടെ മീനു പറയുന്നു കേട്ടോ. അപ്പം മീനു വലിച്ചെറിഞ്ഞ ആ പൊതുപ്പം പൊതിച്ച് നമ്മുടെ ആകാശം അവിടെ തന്നെ കിടക്കുകയാണേ. ആകാശിൻ്റെ സംസാരമൊക്കെ കേൾക്കുമ്പം മീനുവിന് ചിരി വരുന്നുണ്ട് കേട്ടോ. പക്ഷേ ആകാശിനെ നോക്കി ചിരിച്ചുകൊണ്ട് നമ്മുടെ മീനും അവിടെ തന്നെ ഇരിക്കുകയാണ് കേട്ടോ. ഈ ആകാശിൻ്റെ ഒരു കാര്യം എന്നും പറഞ്ഞുകൊണ്ടേ ഇതേ സമയം അനുശ്രീ ഒരു സ്വപ്നം കണ്ട് ഞെട്ടി എഴുന്നേൽക്കുകയാണ് കേട്ടോ. മറ്റൊന്നുമല്ല, രാവിലെ ഗോമതിയും ബാലനും കൂടി വീടിന് പുറത്തേക്ക് ഇറങ്ങുമ്പം വീടിൻ്റെ മതിലിന് മുഴുവൻ അനുവും അതുപോലെ അലോകും തമ്മിലുള്ള ഫോട്ടോസൊക്കെ ഒട്ടിച്ചു വെച്ചിരിക്കുന്ന ഒരു സ്വപ്നമാണ് കേട്ടോ കാണുന്നത്. അതും വളരെ ഇടപഴകി രണ്ടുപേരും ഇരിക്കുന്ന ഫോട്ടോകൾ. അത് കണ്ട് ഗോമതിയും ബാലനും ഞെട്ടിത്തരിച്ച് നിൽക്കുക. ഗോമതി നെഞ്ചത്തടിച്ച് കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. കണ്ടോ ബാലേട്ട, നമ്മുടെ കുടുംബത്തിൻ്റെ അഭിമാനമൊക്കെ പോയി. നാട്ടുകാരുടെ മുന്നിൽ നമ്മളിങ്ങനെ ഇനി എങ്ങനെ മുഖം ഉയർത്തി നോക്കും? നമ്മുടെ കുടുംബം എല്ലാവരുടെ മുന്നിൽ തല താഴ്ത്തി നിൽക്കേണ്ട അവസ്ഥ വരും. നമ്മുടെ മോളെപ്പറ്റി ഇനി ആൾക്കാർ എന്തൊക്കെ പറഞ്ഞു നടക്കും എന്നും പറഞ്ഞ് ഗോമതി നെഞ്ചത്തടിച്ച് കരയുക. അപ്പം ബാലനും മറുപടി ഇല്ലാതെ ആകെ തകർന്നു നിൽക്കുക. ബാലേട്ട, ഇനി നമുക്ക് ജീവിച്ചിരിക്കേണ്ട, നമുക്ക് മരിക്കാൻ ബാലേട്ട, എനിക്കിങ്ങനെ അപമാനപ്പെട്ട് ജീവിക്കാൻ എന്നെക്കൊണ്ട് സാധിക്കില്ല എന്ന് പറഞ്ഞ് ഗോമതി നെഞ്ചത്തടുത്ത് കരയുന്നത് കേട്ടാണ് കേട്ടോ അനു ഞെട്ടി എഴുന്നേൽക്കുന്നത്. ഈശ്വര, ഞാൻ എന്ത് സ്വപ്നമാണ് കണ്ടത്? അതെന്താകും ഇങ്ങനെ ഒരു സ്വപ്നം ഞാൻ കണ്ടത്? ഇങ്ങനെ എങ്ങാനും സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ? ഞാൻ കാരണം എൻ്റെ അച്ഛനും അമ്മയും മരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഇല്ല, അങ്ങനെ സംഭവിക്കാൻ പാടില്ല എന്നും പറഞ്ഞ് അനു ആകെ ഷോക്കായിട്ടിരിക്കുകയാണ് കേട്ടോ. ഇല്ല, അച്ഛനോട് കാര്യങ്ങളൊക്കെ തുറന്നു പറയണം, അല്ലെങ്കിൽ ഇതെൻ്റെ കയ്യിൽ നിൽക്കില്ല. അവൻ്റെ ഭീഷണിക്ക് മുന്നിൽ എനിക്കൊന്നും ചെയ്യാൻ പോലും സാധിക്കുന്നില്ല എന്നൊക്കെ അനു പറയാം. ഇപ്പം തന്നെ അച്ഛൻ്റെ അടുത്ത് പോയി സംസാരിക്കാമെന്ന് പറഞ്ഞ് പുറത്തേക്ക് അനു ഇറങ്ങുകയാണ് കേട്ടോ. പുറത്തേക്ക് ഇറങ്ങുമ്പം അനുവിൻ്റെ കല്യാണത്തിനുള്ള ഒരുക്കങ്ങളൊക്കെ ബാലൻ തുടങ്ങിക്കഴിഞ്ഞു. പന്തൽ കെട്ടിക്കൊണ്ടിരിക്കുക. ആകാശും ആനന്ദും ആര്യനും എല്ലാവരും ഒപ്പമുണ്ട്. അപ്പോൾ അനുമോൾ അവിടെ നിൽക്കുന്ന കാണുമ്പം ബാലൻ അടുത്തേക്ക് ചെല്ലുക. എന്താ മോളെ, മോളെന്താ ഇവിടെ നിൽക്കുന്നത്? മോളുടെ കല്യാണം ഇതിലും ആഡംബരപൂർവ്വം നടത്തണമായിരുന്നു അച്ഛൻ്റെ ആഗ്രഹം. പക്ഷേ അവർക്ക് ലളിതമായിട്ട് ചടങ്ങ് മതിയെന്ന് പറയുമ്പം നമ്മൾ ഒരുപാട് ആർഭാടമാക്കാൻ പാടില്ലല്ലോ. എങ്കിലും തീരെ മോശമാക്കിയിട്ടില്ല. നല്ല രീതിയിൽ തന്നെ അച്ഛൻ പന്തലൊക്കെ കെട്ടുന്നുണ്ട്. മോക്ക് ഇഷ്ടപ്പെട്ടോ? മോക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ അച്ഛനോട് പറയണം കേട്ടോ എന്ന് അനുവിനോട് പറയണം കേട്ടോ. അത് കേൾക്കുമ്പോൾ അനു പറയും, അച്ഛ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ മോളെ, എന്താ പറയാനുള്ളത്? മോള് പറഞ്ഞോ, ഇങ്ങ് ബാ എന്ന് പറഞ്ഞ് അനുവിനെ മാറ്റിക്കൊണ്ട് നമ്മുടെ ബാലൻ അങ്ങോട്ട് പോവാം. മോൾ എന്താണെന്ന് വെച്ചാൽ തുറന്നു പറഞ്ഞോ. ഞാൻ ഈ പറയുന്ന കാര്യം താങ്ങാനുള്ള ശേഷി എൻ്റെ അച്ഛൻ്റെ മനസ്സിന് കൊടുക്കണേ ഈശ്വര എന്ന് അനു പ്രാർത്ഥിക്കാൻ കേട്ടോ. ഞാനിത് പറഞ്ഞു കഴിയുമ്പം അച്ഛനത് എങ്ങനെ ഉൾക്കൊള്ളും? അച്ഛൻ്റെ മുഖത്തെ ഈ സന്തോഷങ്ങളൊക്കെ മായുമോ? എങ്കിലും കുഴപ്പമില്ല, സത്യങ്ങൾ അച്ഛനെ അറിയിച്ചേ പറ്റൂ, അല്ലെങ്കിൽ ഇതെൻ്റെ കയ്യിൽ നിൽക്കത്തില്ല എന്ന് അനു പറയാൻ കേട്ടോ. അത് പിന്നെ അച്ഛ, പറ മോളെ, അച്ഛനോട് എന്തെങ്കിലും സംസാരിക്കാം. മോക്ക് ഇത്രയ്ക്ക് മുഖവിരയുടെ ആവശ്യമുണ്ടോ? തുറന്നു പറഞ്ഞോളൂ എന്ന് പറയാൻ കേട്ടോ. പെട്ടെന്ന് അനു പറയാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്കും ഗോമതി അങ്ങോട്ട് വരിക. ബാലേട്ടാ, എന്താ ഗോമതി? അതെ, ജീവൻ്റെ വീട്ടിൽ നിന്ന് ആൾക്കാരെ ഇന്ന് വൈകിട്ട് ഇങ്ങോട്ട് വരില്ലേ? പെൺകുട്ടിക്ക് മന്ത്രകോടിയും മറ്റും കൊടുക്കാൻ അങ്ങനൊരു ചടങ്ങില്ലേ ബാലേട്ടാ എന്ന് ചോദിക്കുക. അതിന് അപ്പോഴത്തേക്കും നമ്മുടെ അനുവാണെ ആകെ ടെൻഷനാവും. ഈ അമ്മയുടെ ഒരു കാര്യം ഇതൊന്നും പറയാൻ സമ്മതിക്കുന്നില്ലല്ലോ എന്ന് ചോദിക്കുക. അതെന്ത് ചോദ്യ കോമതി? അങ്ങനെയൊക്കെ ഒരു ചടങ്ങുണ്ട്, അവർ ഉറപ്പായിട്ടും വരും. ലളിതമായിട്ട് കല്യാണം നടത്തുന്നതെങ്കിലും ചടങ്ങുകൾക്കൊന്നും ഒരു മാറ്റവും ഇല്ല. അവരിന്ന് രാത്രി വരും. അതല്ല ബാലേട്ട, ജീവനും ബന്ധുക്കളും വരുമ്പം അവർക്ക് അതിൻ്റെതായ ഒരുക്കങ്ങൾ നടത്തണ്ടേ? എൻ്റെ ഗോമതി വേണം. ഇതെന്ത് ചോദ്യമാണ്? ബാലേട്ടൻ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ. എടോ, അതൊക്കെ ഞാനിനി പ്രത്യേകം പറയണോ? ഇപ്പം കുറ്റം എൻ്റേതായോ എന്ന് അപ്പോൾ ഗോമതി ചോദിക്കുകയാണ് കേട്ടോ. എടോ, അതൊക്കെ അറിഞ്ഞു ചെയ്യേണ്ടത് തൻ്റെ ഉത്തരവാദിത്വം അല്ലേ എന്ന് ബാലൻ വീണ്ടും പറയാണ് കേട്ടോ. താനിത് എന്താ ഇങ്ങനെ ഗോമതി? അപ്പം അനു, അച്ഛ, എന്നെ പറയാനുള്ളതൊന്ന് കേക്കച്ഛ. അപ്പം ബാലൻ ഗോമതിയോട് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഏൽപ്പിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. അനുശ്രീ ആകെ സങ്കടപ്പെട്ട് നിൽക്കുക. ഓരോ തവണ തൻ്റെ വീട്ടിലുള്ളവരോട് പറയാൻ വരുമ്പോഴും അതിന് തടസ്സങ്ങളുണ്ടാവുകയാണല്ലോ എന്നോർത്ത് അനു അവിടെ നിന്ന് അങ്ങോട്ട് പോവാണ് കേട്ടോ. ഇതേസമയം അനുശ്രീയെ പിടിച്ചിരുത്തി നമ്മുടെ മിത്രയും മീനാക്ഷിയും കൂടി കൈകളിൽ മൈലാഞ്ചി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പം മിത്രയാണ് വരയ്ക്കുന്നത്. മീനു ആണെങ്കിൽ ഓരോരോ ഐഡിയകൾ പറയാം. ഈ പൂക്കൾക്ക് ഇച്ചിരി കൂടി വലിപ്പം കാണാം മിത്രേ, ഇത് പോരെ, ഇതല്ലേ ഭംഗി എന്ന് ചോദിക്കാം. അപ്പോൾ അനുവും പറയും, ഇതൊക്കെ മതി ചേച്ചി, എന്തിനാ ഒരുപാട് മൈലാഞ്ചിയൊക്കെ കൈകളിൽ ഇടുന്നേ? പോരാ, നന്നായിട്ട് തന്നെ ഇടണം, നന്നായിട്ട് ചുമക്കണം. കുറച്ചും കൂടി വലിയ പൂക്കളാണല്ലോ അതിന് ഭംഗി ഉണ്ടാവൂ. ആയിക്കോട്ടെ, സംഗതി നല്ല ബ്യൂട്ടിയാക്കി കളയാം, പോരെ
എന്ന് ചോദിക്കുക. അപ്പോൾ അനു പറയും, മൈലാഞ്ചി ഞാൻ ഇട്ടോളാം, ദേ അടങ്ങി ഒതുങ്ങി അവിടെ ഇരുന്നോണം, ഇതൊക്കെ ഞങ്ങൾ ഏടത്തിമാരുടെ കടമയാ എന്ന്. അപ്പം മിത്ര പറയും, അല്ല മീനു ചേച്ചി, പിന്നല്ലാതെ ഇതൊക്കെ ഞങ്ങളുടെ ഏടത്തിമാർക്ക് അവകാശപ്പെട്ടതാ എന്ന് പറയാണ് കേട്ടോ. അപ്പം അനു ഇങ്ങനെ ചിന്തിച്ചിരിക്കുക. നാളെ ഈ സമയത്ത് നീ ജീവൻ്റെ വീട്ടിലായിരിക്കുമല്ലേ അനുമോളെ എന്ന് മീനു ചോദിക്കുകയാണ് കേട്ടോ. അപ്പം അനുവാണെ ഒന്നും മറുപടി പറയാതെ ഇരിക്കുക. അവർ നല്ല ആൾക്കാരല്ലേ മോളെ, അവർ നിന്നെ പൊന്നുപോലെ നോക്കിക്കോളും. ജീവൻ്റെ അച്ഛനും അമ്മയും നല്ല കോമഡിയാ, എനിക്ക് അവരെ ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഞാനിവിടുന്ന് പോയി കഴിഞ്ഞാലും നിങ്ങൾ എന്നെ ഇടയ്ക്കിടയ്ക്ക് കാണാൻ വരുമോ എന്ന് ചോദിക്കുക. ഞങ്ങൾ പിന്നെ വരാതിരിക്കുമോ? എല്ലാ ആഴ്ചയിലും വരുമോ? എല്ലാ ആഴ്ചയിലും ഞങ്ങൾ നിന്നെ കാണാൻ വരും. നിനക്ക് എല്ലാ ദിവസവും ഞങ്ങൾ വീഡിയോ കോൾ ചെയ്യാലോ എന്ന് മിത്ര പറയേ. വീഡിയോ കോൾ ചെയ്യാം, പക്ഷേ എല്ലാ ഞായറാഴ്ചയും നിങ്ങൾ എന്നെ കാണാൻ വരണം. ഞങ്ങൾ വരുന്നേ, നിന്നെ കാണാൻ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വരും, പോരെ എന്ന് ചോദിക്കാം. അപ്പോൾ ഗോമതി അങ്ങോട്ട് ആഹാരമൊക്കെ ആയിട്ട് വരിക. എൻ്റെ പിള്ളേരെ ആരെങ്കിലും വന്നൊന്നെന്നെ സഹായിക്കുക, ഞാൻ ഒറ്റയ്ക്ക് അടുക്കള കിടന്ന് കഷ്ടപ്പെടുക, ഞാൻ വരാമേ എന്നപ്പം മീനു പറയാം. വേണ്ട, മീനു ചേച്ചി മൈലാഞ്ചി ഇടുക, അപ്പച്ചൻ ഞാൻ സഹായിക്കാം എന്ന് മിത്ര പറയട്ടോ. മിത്രേ, നീ അവിടെ അടങ്ങിയിരിക്കുക, വേണ്ട നീ അവിടെ അടങ്ങിയിരിക്കും മിത്ര എന്ന് വീണ്ടും. അപ്പോഴത്തേക്കും ഗോമതി പറയാ, നീ അവിടെ ഇരുന്ന് മൈലാഞ്ചി ഇട്ട് കൊടുക്കുക, ഞാൻ ചെല്ലാം, ഞാൻ അമ്മയുടെ കൂടെ പോയി അടുക്കളയിലെ കാര്യങ്ങളൊക്കെ നോക്കാം എന്ന് മീനു പറയാൻ കേട്ടോ. ദേ ഈ ഫോൺ പിടിച്ചേ എന്നും പറഞ്ഞ് അനുവിൻ്റെ കയ്യിലോട്ട് ഫോൺ കൊടുത്തിട്ട് മീനു പോകാനായിട്ട് തുടങ്ങുക. അതെ, മൈലാഞ്ചി ഇട്ട് കോളമാക്കരുത്, മീൻ ചേച്ചി ധൈര്യമായിട്ട് പോയിട്ട് വാ, അടിപൊളിയാക്കി കളയാം എന്ന് അപ്പോൾ പറയാൻ കേട്ടോ. ബാ ഇങ്ങോട്ട് എന്നും പറഞ്ഞ് മീനുവിനെ വിളിച്ചുകൊണ്ട് ഗോമതി പോവാണേ. ഇതേ സമയം സുകന്യ ഓടിപ്പാഞ്ഞു വരുക. എന്നിട്ട് മിത്രേനെയാണ് പറഞ്ഞു വിടുവേ. മിത്രേ, ആനന്ദ് നിന്നെ അന്വേഷിക്കുന്നുണ്ട് എന്ന് പറയാം. ആനന്ദേട്ടനോ? ആനന്ദേട്ടൻ എന്തിനാ എന്നെ അന്വേഷിക്കുന്നത് എന്നപ്പോൾ മിത്ര ചോദിക്കും. അതൊന്നും എനിക്കറിയില്ല, നീ അങ്ങോട്ട് ചെല്ല്, പോയി ചോദിക്കുക എന്ന് പറയാ. ചെല്ലും മിത്രേ. അനു, ഞാനിപ്പോൾ വരാം കേട്ടോ എന്ന് അനുവിനോട് പറഞ്ഞിട്ട് മിത്ര അവിടുന്ന് പോവാണ്. മിത്രയെ മനഃപൂർവ്വം പറഞ്ഞു വിടാനായിട്ട് സുകന്യ വരുന്നതാ. എന്നിട്ട് സുകന്യയാണെ പാത്തും പതുങ്ങിയും അനുവിൻ്റെ അടുത്തേക്ക് വന്നിട്ട് പറയും, അനു, അലോക ഫോണിൽ അവന് നിന്നോട് സംസാരിക്കണമെന്ന്. എനിക്ക് അവനോട് ഒന്നും സംസാരിക്കാനില്ലെന്ന് എത്ര തവണ ഞാൻ ചേച്ചിയോട് പറഞ്ഞു. ചേച്ചിക്ക് ഇത് എന്തിൻ്റെ കേടാ മോളെ, നീ അവനോടൊന്ന് സംസാരിച്ചില്ലെങ്കിൽ കുഴപ്പമാകും. പ്ലീസ് ഒന്ന് സംസാരിക്കുക, ചേച്ചിയല്ലേ പറയുന്നത് എന്ന് പറയാം. അപ്പോഴത്തേക്കും ഫോണും മേടിച്ചുകൊണ്ട് അനുശ്രീ അവിടെ നിന്ന് അങ്ങോട്ട് പോവാണ് കേട്ടോ. അന്നേരം ഫോൺ എടുത്ത് കഴിയുമ്പോഴത്തേക്കും അലോക് ചോദിക്കും, അല്ല, കല്യാണ ചെറുക്കന് പുതിയ കാറൊക്കെ നീ കൊടുക്കുന്നുണ്ടെന്ന് കേട്ടല്ലോ, നിന്റെ കുടുംബക്കാർ നിന്റെ കല്യാണം ആർഭാടപൂർവ്വം നടത്താനല്ലേ തീരുമാനിച്ചിരിക്കുന്നത് എന്ന് ചോദിക്കുക. അതിനിപ്പോൾ നിനക്ക് എന്ത് വേണോടാ എന്ന് അപ്പം അനു ചോദിക്കുക. ചൂടാകാതെടി, പുതിയ കാറ്, 75 പവൻ്റെ സ്വർണം, അല്ല ഇത്രയ്ക്കൊക്കെ കാശ് നിന്റെ തന്തയുടെ കയ്യിലുണ്ടോ എന്ന് ചോദിക്കുക. എൻ്റെ അച്ഛനെ നീ ഒരു അക്ഷരം പറഞ്ഞു പോകരുത്, ആ മനുഷ്യനെ പറയാനുള്ള എന്ത് യോഗ്യതയാടാ നിനക്കുള്ളത് എന്ന് ചോദിക്കുക. അയ്യോ, തന്തയെ പറഞ്ഞപ്പം നിനക്കങ്ങോട്ട് ഫീൽ ചെയ്തല്ലേ എന്ന് അപ്പോൾ അലോക് പറയാൻ കേട്ടോ. എന്നാലേ നിന്റെ ഈ യോഗ്യത എന്താണെന്നും ഞാൻ നിന്റെ അച്ഛനെ ഒന്ന് അറിയിച്ചു കൊടുക്കട്ടെ. മകളുടെ യോഗ്യത കാണുമ്പോഴോ നിന്റെ തന്തയ്ക്ക് സമാധാനമാവട്ടെ. കടം വാങ്ങിയായിരിക്കുമല്ലോ നിന്റെ തന്ത ആർഭാടമായിട്ട് ഈ കല്യാണം നടത്താൻ പോകുന്നേ, അല്ലാതെ അയാളുടെ കയ്യിൽ എവിടുന്ന കാശ്? എടി, ഈ കല്യാണം നടക്കില്ലെന്ന് നീ അങ്ങേരോടൊന്ന് പറഞ്ഞ് മനസ്സിലാക്കിയേക്കടി. നിന്റെ തന്ത എന്തിനാടി വെറുതെ കടം വാങ്ങി കൂട്ടുന്നേ? എടാ, എൻ്റെ അച്ഛനെ പറഞ്ഞാലുണ്ടല്ലോ എന്ന് അനു പറയും. എന്നെ തേച്ചിട്ട് വേറൊരുത്തിൻ്റെ കൂടെ സുഖമായി ജീവിക്കാമെന്ന് നീ കരുതിയോ? ഇല്ലടി, നീ ജീവിക്കില്ല, നീ സമാധാനത്തോടെ നീ ജീവിക്കില്ല. അതിന് ഞാൻ സമാധാനത്തോടെ ജീവിക്കാൻ സമ്മതിക്കേയില്ല. നിന്റെ മറ്റവനുണ്ടല്ലോ ആ ജീവൻ, അവനെ ഞാനൊന്ന് വിളിക്കും. അവനെ മാത്രമല്ല നിന്റെ തന്തയും ഞാൻ വിളിക്കും, നീ വിളിക്കുക എന്നപ്പം അനു പറയൂട്ടോ. നമ്മുടെ സ്വകാര്യ നിമിഷങ്ങളിലെ ചില ചിത്രങ്ങളുണ്ടല്ലോ, നിനക്കതൊക്കെ ആയിരിക്കും, പക്ഷേ അതൊക്കെ നല്ല ക്ലാരിറ്റി ഞാൻ നിന്റെ തന്തയ്ക്കും ബന്ധുക്കൾക്കും കല്യാണ ചെറുക്കനും ഒക്കെ അത് അയച്ചു കൊടുക്കും. അവരൊക്കെ അത് വിശ്വസിക്കും. അവർ വിശ്വസിക്കാവുന്ന രീതിയിലേ ഞാനത് എഡിറ്റ് ചെയ്ത് ഉണ്ടാക്കിയിരിക്കുന്നത്. എന്നിട്ടും ആ ജീവന് നിന്നെ തന്നെ മതിയെങ്കിൽ, എൻ്റെ എച്ചില് തിന്നാൻ അവനൊരു മടിയില്ലെങ്കിൽ ആയിക്കോട്ടെ, എനിക്കൊരു കുഴപ്പമില്ല. നീ എത്ര വൃത്തികെട്ടവനാടാ. ഞാൻ വൃത്തികെട്ടവൻ തന്നെയാ. കല്യാണത്തിന് ആൾക്കാരൊക്കെ വന്നു തുടങ്ങിയല്ലേ? നിന്റെ വീട്ടിലിപ്പോൾ എല്ലാവരും ചിരിച്ച് നല്ല ഹാപ്പി ആയിട്ടിരിക്കുവാണല്ലേ? ഈ സന്തോഷം അധികം നേരം നീണ്ടു നിൽക്കില്ലടി. നീ കണ്ടോ, നിന്റെ കുടുംബത്തെ ഒന്നാകെ ഞാൻ തകർക്കും, നീ കണ്ടോ എന്ന് പറയാം. അപ്പം ഇതെല്ലാം കേട്ട് കഴിയുമ്പോഴത്തേക്കും ആകെ തകർന്ന് നിൽക്കുകയാണ് കേട്ടോ. പറയുന്നത് കേൾക്കാൻ ഈ വീട്ടിൽ ആരുമില്ല, തനിക്ക് പറയാനൊരു അവസരം പോലും കിട്ടുന്നുമില്ല. ഇവനെ ഞാൻ എങ്ങനെ പ്രതിരോധിക്കും? നാട്ടുകാരുടെയും വീട്ടുകാർക്കും മുന്നിൽ എൻ്റെ കുടുംബം നാണം കെട്ട് അപമാനിതരായി നിൽക്കുമോ എന്നൊക്കെ ചിന്തിക്കുക. ഇതേ സമയം
നമ്മുടെ മിത്രയാണെങ്കിൽ ഒരു ഷർട്ട് എടുത്ത് ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. എന്നിട്ട് അതിൻ്റെ സൗന്ദര്യമൊക്കെ നോക്കി നിന്നിട്ട് പറയും, എൻ്റെ സാരിക്ക് മാച്ച് ചെയ്യുന്ന ഷർട്ട് തന്നെ ആരിന് വേണ്ടി സെലക്ട് ചെയ്യാൻ പറ്റി. രണ്ടുപേരും നാളെ ഒരേ ഡ്രസ് കോഡിൽ പൊളിക്കും. ഇത് ആരിന് നന്നായിട്ട് ചേരുകയും ചെയ്യും എന്ന് പറയും കേട്ടോ. പെട്ടെന്ന് ആരിനും അങ്ങോട്ട് വരുവാണേ. എന്താടോ താനെന്താ ഇത്ര ആലോചിച്ച് നിൽക്കുന്നത്? ഏയ് ഒന്നുമില്ല എന്ന് പറയാം. ഓ അങ്ങനെയല്ലല്ലോ, എന്തോ ഉണ്ടല്ലോ, താൻ എന്തൊക്കെയോ ആലോചിച്ച് കൂട്ടിയിട്ടുണ്ടല്ലോ എന്ന് ആരും ചോദിക്കാണ് കേട്ടോ. പറ എന്താ സംഗതി, ഞാനും കേൾക്കട്ടെ എന്ന് പറയണേ. അത് വേറൊന്നുമല്ല, ഇതേ ഈ ഷർട്ട് ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ച് ആരിൻ്റെ അടുത്തേക്ക് ആ ഷർട്ട് കൊണ്ട് കാണിക്കുകയാണ് കേട്ടോ. ദായ് നോക്ക്, എൻ്റെ സാരിക്ക് മാച്ച് ചെയ്യുന്ന ഷർട്ടാ. ആര് നാളെ ഈ ഷർട്ട് ഇട്ടാൽ മതി കേട്ടോ എന്ന് പറയാം. നോക്കട്ടെ, ഇതെനിക്ക് ചേരുമെന്ന് ആദ്യം ഞാൻ നോക്കട്ടെ എന്ന് ആരും പറയാം. ഷർട്ടൊക്കെ കൊള്ളാം, നല്ല ഷർട്ടാ, നല്ല കളറുവാ. പക്ഷേ ഇനി എന്താ ഒരു പക്ഷേ എന്ന് ചോദിക്കുക. ഈ കളർ എനിക്ക് ഓക്കെ അല്ല, എനിക്ക് ചേരത്തില്ല ഈ കളറ്. ഈ കളറിന് എന്താ കുഴപ്പം, നല്ല കളറല്ലേ എന്ന് മിത്ര പറയാം. ഈ കളറ് നല്ല കളറൊക്കെയാ, പക്ഷെ എനിക്കിത് ചേരത്തില്ല എന്നാ പറഞ്ഞത്. ദേ ഇത് നോക്കിക്കേ, വേറൊരു അടിപൊളി ഷർട്ടുണ്ട് എന്നും പറഞ്ഞ് നമ്മുടെ ആര്യൻ മറ്റൊരു ഷർട്ട് എടുത്ത് കാണിക്കുക. ദേ ഇത് കണ്ടോ എന്ന് ചോദിച്ച് ആ ഷർട്ട് തുറന്ന് കാണിക്കുകയാണ് കേട്ടോ. ഇത് അടിപൊളിയായില്ലേ, ഈ കളറിൻ്റെ ഷർട്ടാണ് എനിക്കിഷ്ടം, നാളെ ഇതാണ് ഞാൻ ഇടാൻ പോകുന്നത്. അതെങ്ങനെ ശരിയാകും ആര്യ? എൻ്റെ സാരിയുടെ കളർ നോക്ക്, ആരിൻ്റെ ഷർട്ടിൻ്റെ കളറും എൻ്റെ സാരിയുടെ കളറുമായിട്ട് മാച്ച് ആകില്ല നീ ഇതിട്ടാ. ഈ ഷർട്ടിന് മാച്ചാകുന്നൊരു സാരി താൻ സെലക്ട് ചെയ്താൽ പോരെ എന്ന് ആരും ചോദിക്കുക. ഈ ഷർട്ടിൻ്റെ കളറിലുള്ള സാരി എൻ്റെ കയ്യിലില്ല, ഞാൻ എന്തായാലും ഈ ഷർട്ടേ ഇടത്തുള്ളൂ എന്ന് ആര്യം പറയും. ആര്യ പ്ലീസ് ആര്യ, നമുക്ക് നാളെ ഡ്രസ് കോഡിൽ നിൽക്കാം. ഈ ഷർട്ട് ആര്യന് നന്നായി ചേരുന്നത്, ഇതിട്ടാൽ മതി. ഏയ് ഇല്ലില്ല, അതെനിക്ക് ചേരില്ല, ഈ കളറൊന്നും എനിക്ക് ഒട്ടും ചേരില്ല. തനിക്ക് തീരെ കളർ സെൻസ് ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഇതൊന്നും മനസ്സിലാകാത്തത്. ദേ ഈ വെള്ള ഷർട്ട് ഇതാ എനിക്ക് ചേരുന്നത്, ഞാൻ സെലക്ട് ചെയ്ത ഈ ഷർട്ട് എത്ര ഭംഗിയാന്ന് താൻ തന്നെ നോക്ക്, എനിക്ക് എത്ര ചേർച്ചയുണ്ടെന്ന്, എത്ര മനോഹരമായിട്ടുണ്ട്. ഈ ഷർട്ട് ഞാൻ നാളെ ഇടൂ. അപ്പോഴത്തേക്കും എല്ലാം കൂടി എടുത്ത് ഒരു ഏറ് വെച്ച് കൊടുത്തിട്ട് മിത്ര പറയും, എന്തെങ്കിലും ചെയ്യാൻ ഞാൻ പോവാ എന്ന് പറയും കേട്ടോ. മെയ്ഡ് ഫോർ ഈച്ച് അതർ എന്താണെന്ന് അറിയാത്തൊരു പൊട്ടൻ എന്ന് മിത്ര പറയും. എന്താ പറഞ്ഞേ, കുന്തം എന്ന് പറഞ്ഞിട്ട് മിത്ര അവിടെ നിന്ന് ചാടിത്തുള്ളി പോവാണ് കേട്ടോ. ഇതേ സമയം അനുശ്രീക്ക് റൂമിൽ ഒരു സമാധാനവും ഇല്ലാതെ ഇരിക്കുവാണേ. അലോക് പറഞ്ഞ ഓരോ വാക്കുകളും വീണ്ടും വീണ്ടും അനുശ്രീയുടെ മനസ്സിലേക്ക് കടന്നു വരികയാണ്. തങ്ങളുടെ സ്വകാര്യ നിമിഷങ്ങൾ എല്ലാവരുടെ മുന്നിൽ പബ്ലിക്കായിട്ട് കാണിക്കും എന്ന് പറഞ്ഞ് ഞെട്ടലിലാണ് കേട്ടോ അനുശ്രീ. തനിക്ക് അങ്ങനെ ഒരു ഫോട്ടോകളൊന്നും ഇല്ലെങ്കിൽ പോലും അതെല്ലാം ഉണ്ടാക്കി അലോക് എടുക്കും. തൻ്റെ വീട്ടിലുള്ളവരും നാട്ടിലുള്ളവരും എല്ലാം ഇത് കാണും. തൻ്റെ അച്ഛനും അമ്മയും താൻ സ്വപ്നം കണ്ടതുപോലെ അപമാനിക്കപ്പെട്ട് ആത്മഹത്യ ചെയ്യുമോ എന്നുള്ള ഭയത്തിൽ നിൽക്കുകയാണേ. ഇതേ സമയം ഇത്രയും നമ്മുടെ മീനും കൂടി ഒരുങ്ങിക്കൊണ്ട് നിൽക്കുക. അവരൊക്കെ മഞ്ഞ ഡ്രസ്സൊക്കെ ഇട്ട് ഹൽദിക്കായിട്ട് അടിപൊളിയായിട്ട് ഒരുങ്ങിക്കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. പെട്ടെന്ന് ആകാശം മഞ്ഞ ഷർട്ടൊക്കെ ഇട്ട് അങ്ങോട്ട് വരികയാണ്. ഞങ്ങൾ എപ്പോഴേ ഒരുങ്ങിക്കഴിഞ്ഞു എന്ന് പറയാം. മീനു നമ്മൾ നോക്കിക്കേ, നമ്മൾ രണ്ടുപേരും അടിപൊളിയല്ലേ, ഒരേപോലെ ഉണ്ടല്ലേ എന്ന് ചോദിക്കാം. മിത്രേ ഞങ്ങൾ സൂപ്പറല്ലേ എന്ന് അപ്പോൾ ചോദിക്കാം. ഈ ഷർട്ട് ഈ ചുരിദാറും ഞങ്ങൾക്ക് മാച്ചല്ലേ, ഈ കളർ ഞങ്ങൾക്ക് അടിപൊളിയല്ലേ എന്ന് ചോദിക്കാം. സൂപ്പർ, ഒരേ കളർ ഷർട്ടും ഒരേ കളർ ചുരിദാറും അടിപൊളിയായിട്ടുണ്ട്, രണ്ടുപേരുവേ മെയ്ഡ് ഫോർ ഈച്ച് അതർ എന്ന് മിത്ര പറയുവേ. ആകാശേ എന്നും പറഞ്ഞ് അപ്പം പെട്ടെന്ന് ആനന്ദ് വിളിക്കും. ദേ വരുന്നേട്ടാ, അനുമോളെ ഒരുങ്ങി കഴിഞ്ഞില്ലേ എന്ന് മീനിനോട് ചോദിക്കുക. ഒരുങ്ങിയായിരിക്കും എൻ്റെ പൊന്നു മീനു, നീ പോയി നോക്ക്, അതൊക്കെ ഞങ്ങൾ പോയി നോക്കിക്കോളാം. ദേ ആനന്ദേട്ടൻ എന്തിനോ വിളിക്കുന്നുണ്ട്, ആകാശ് പോയി നോക്ക് എന്ന് പറയാണ് കേട്ടോ. അപ്പം മിത്രയ്ക്കാണ് ആകെ സങ്കടം വന്ന് നിൽക്കുകയാണ്. ആരും താൻ കൊടുത്ത ഷർട്ട് ഇടത്തില്ലെന്ന് പറഞ്ഞില്ലേ, തങ്ങൾക്കും മെയ്ഡ് ഫോർ ഈച്ച് അതർ ആകാൻ പറ്റില്ലല്ലോ എന്നുള്ള സങ്കടം. എന്തു പറ്റി മിത്രേ നിനക്ക് എന്ന് മീനു അപ്പം ചോദിക്കുക. ഏയ് ഒന്നുമില്ല, മീനു ചേച്ചി പറയുന്ന കാര്യങ്ങൾ ആകാശേട്ടൻ അനുസരിക്കുമോ എന്ന് ചോദിക്കുക. പക്ഷെ ആരും അങ്ങനെയല്ല എന്ന് പറയാം. എന്തു പറ്റി എന്നപ്പം ചോദിക്കാം. കല്യാണത്തിനിടാൻ എൻ്റെ സാരിക്ക് മാച്ചാകുന്നൊരു ഷർട്ട് ഞാൻ സെലക്ട് ചെയ്ത് കൊടുത്തു, പക്ഷേ ആരും ആ ഷർട്ട് വേണ്ടാന്ന് പറഞ്ഞു. ഇതാണോ ഇത്ര വലിയ കാര്യം എന്ന് ചോദിക്കാം. നിന്റെ സാരിക്ക് മാച്ചാകുന്ന ഷർട്ട് തന്നെ ആരും നാളെ ഇട്ടാൽ പോരെ എന്ന് മീനു ചോദിക്കാം. അത് ഞാൻ നാളെ ഏറ്റു. എങ്ങനെ, ഉറപ്പായിട്ടും ഇടുമോ? ഉറപ്പായിട്ടും ഇടും, പോരെ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഗോമതി അങ്ങോട്ട് വരിക. എന്നിട്ട് സാരി കൊള്ളാവോ എന്ന് ചോദിക്കുക. എങ്ങനെയുണ്ട്? അമേസിങ്, സുന്ദരിയായിട്ടുണ്ട് എന്ന് മീനു പറയാം. പോടി, കളിയാക്കാതെ. കളിയാക്കിയതല്ല, കാര്യമായിട്ട് പറഞ്ഞതാ. അടിപൊളിയായിട്ടുണ്ട്. ഏത് ഡ്രസ്സ് ഇട്ടാലും അതിപ്പം വില കുറഞ്ഞതാണെങ്കിലും ഞങ്ങളുടെ അമ്മയെ കാണാൻ ഒരു പ്രത്യേക ചന്തവ, സുന്ദരിയായിട്ടുണ്ട് എന്ന് പറയാം. ഞാൻ ചെറുപ്പം മുതലേ അങ്ങനെയാ, എല്ലാവരും പറയും എന്നെ കാണാനേ ഒരു പ്രത്യേക ഐശ്വര്യമാണെന്ന്. അപ്പം മീനും ഇത്രയുടെ കണ്ണ് കാണിക്കുകയാണ് കേട്ടോ. രണ്ടുപേരും ചിരിക്കുവേ.
എന്താ ചിരിക്കുന്നത്, ഞാൻ പറഞ്ഞത് സത്യമാണ്, കളിയാക്കല്ലേടി എന്ന് പറഞ്ഞ് മീനുവിൻ്റെ ചെവിക്ക് പിടിക്കും കേട്ടോ. അപ്പച്ചി ആള് കൊള്ളാലോ, വേണ്ട എന്നെ കളിയാക്കണ്ട, ഞങ്ങൾ ചുമ്മാ പറഞ്ഞതല്ലേ. അപ്പം ബാലൻ വിളിക്കും, ഗോമതി അവരെത്താറായി എന്ന് പറയാം. ദേ ജീവനും വീട്ടുകാരും എത്താറായെന്ന്, നിങ്ങൾ വേഗം അനുമോളെ ഒരുക്കി ഇറക്ക്, വേഗം ചെല്ല് എന്ന് പറഞ്ഞ് മിത്രേനെ മീനുവിനെയും പറഞ്ഞു വിടുകയാണ് കേട്ടോ. അങ്ങനെ ദേവമംഗലം കല്യാണത്തിനായിട്ട് ഒരുങ്ങിക്കഴിഞ്ഞു, അടിപൊളിയായിട്ട് അലങ്കരിച്ചു കഴിഞ്ഞു കേട്ടോ. അപ്പം ജീവനും വീട്ടുകാരും എല്ലാം പുടവയൊക്കെ ആയിട്ട് വരികയാണേ. അപ്പം എല്ലാവരെയും ആനയിച്ച് അകത്തേക്ക് ക്ഷണിച്ചിരുത്താണ് നമ്മുടെ ബാലനും മക്കളും. അങ്ങനെ എല്ലാവരും വളരെയേറെ സന്തോഷത്തിലാണ് കേട്ടോ. പെട്ടെന്ന് നമ്മുടെ അനുശ്രീനെയും ഒരുക്കിക്കൊണ്ട് ഏടത്തിമാരെല്ലാവരും കൂടി വരുവാണേ. നമ്മുടെ ദേവി സാരിയാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. ബാലേട്ട നോക്കിക്കേ, നമ്മുടെ മോളെ എത്ര സുന്ദരി ആയിട്ടുണ്ടല്ലേ, അവളെ കാണാൻ എന്ത് ഭംഗിയാണല്ലേ, എനിക്ക് കണ്ണ് നിറയുന്നു ബാലേട്ട എന്ന് ഗോമതി പറയാൻ കേട്ടോ. എനിക്കും അതെ എന്ന് പറയാം. അനുവാണ് വളരെ സന്തോഷത്തോടു കൂടി ജീവൻ്റെ അടുത്ത് പോയിരിക്കുവാണ് കേട്ടോ. അപ്പം ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡും അവസാനിക്കുകയാണ്. അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാനും മറക്കരുത്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസ് വഴി തന്നെ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ.